ഹലോ ഗായ്സ്, ഒരിക്കൽ കൂടി ഞാൻ തന്നെയാണ് സൽസബിനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 ലൈവിലായിട്ട് അല്ലേ, നിങ്ങൾ നിഹാൽ സാറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ സൽസബിൻ സാർ അവിടെ, സൽസബിൻ സാർ പോയോ, സാർ എവിടെ, സാറിനെ കാണാനല്ലോ, സാർ എന്താ എക്കണോമിക്സ് എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മക്കളെ വേറെ ഒന്നുമല്ല, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളോടായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്. അപ്പോൾ ക്രിസ്മസിന് മുൻപായിട്ട്, നിങ്ങളുടെ എക്സാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ ട്രാവൽ ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡൽഹി, ആഗ്ര, പഞ്ചാബ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗം, നോർത്ത് ഇന്ത്യയുടെ കുറച്ച് ഭാഗം മാത്രം കറങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടോടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് അർജൻറ്റ് ലൈവ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് നിഹാൽ സാറിനോട് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ മക്കളെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ എക്സാമിന് ഞാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും, ഞാൻ നാട്ടിലുണ്ട്. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ആബ്സല്യൂട്ട്ലി ഫോർ യു ഗൈസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അതായത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 2024 നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന പരീക്ഷ നിങ്ങൾ മസ്റ്റായിട്ട് അഥവാ നിർബന്ധമായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട കുറച്ച് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അഥവാ ഇവരെ സൂക്ഷിക്കുക അല്ലേ, നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കാണാറുണ്ട്, ഇവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുപ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അല്ലേ, ഇമ്പോർട്ടൻസ് അത് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ മസ്റ്റായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ട ഒരു 10 ചോദ്യങ്ങളാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം അത്രയും ചോദ്യങ്ങൾ എന്തായാലും ഒരുപാട് തവണ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ മക്കളെ നമ്മൾ ആദ്യത്തെ ചോദ്യമാണ് ഞാനിവിടെ തരാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഇത്തവണത്തെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ആദ്യമായിട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങളോട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിക്കാവുന്ന 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാമിന് 8 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന എസ്സേ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അതായത് മക്കളെ ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് അരിതമെറ്റിക് മീൻ ആൻഡ് മീഡിയൻ. നോക്കിയാൽ നിങ്ങളോട് കാൽക്കുലേറ്റ് അരിതമെറ്റിക് മീൻ ആൻഡ് മീഡിയൻ അഥവാ സമാന്തര മധ്യമവും കണക്കാക്കാൻ നിങ്ങളോട് എന്ത് ചെയ്യും, ചോദ്യം വരും പരീക്ഷയ്ക്ക്. 8 മാർക്കിനേക്കും ചെയ്ത് പഠിക്കുക. അത് മിക്കവാറും വരാൻ ചാൻസ് ഉള്ളത് ഏതിനാണ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസ് ഡാറ്റയിൽ തന്നെ വരാനാണ് ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിൽ തന്നെ അല്ലെങ്കിൽ കണ്ടിന്യൂസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡിസ്ക്രീറ്റ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ ചാൻസ് ഉള്ളത് കണ്ടിന്യൂസിൽ വരാനാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് കൂടി പഠിച്ചേക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള രണ്ടാമത്തെ ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്, ഒരു പക്ഷേ നിങ്ങളോട് ഫ്രീക്വൻസി അറേ തയ്യാറാക്കാൻ പറയും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാൻ പറയും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം, മറന്നു വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് തരും, അതിൽ നിങ്ങളോട് ഒന്നുകിൽ ഫ്രീക്വൻസി അരയോ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനോ തയ്യാറാക്കാൻ പറയും. മലയാളത്തിലാണെങ്കിൽ എന്ത് പറയും, നമ്മൾ പറയും ആവൃത്തി അരയും അതുപോലെ ആവൃത്തി വിതരണവും തയ്യാറാക്കാനാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഇതും സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 4 മാർക്കിനോ അല്ലെങ്കിൽ അതിന് താഴെയോ ചോദിക്കാവുന്ന ചോദ്യമാണ്. WTO എല്ലാവർക്കും അറിയാം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലേ, 1995 ജനുവരി 1 എന്ത് കൊടുത്തിട്ടുള്ളത്, WTO കൊടുത്തിട്ടുള്ളത്. അത് ചോദിക്കാം. അതുപോലെ തന്നെ WTOയുടെ മുൻഗാമിയായിട്ടുണ്ടായിരുന്ന ഗാട്ട്, ഓക്കെ, മുൻഗാമി ആരെന്ന് ചോദിക്കാം, ഗാട്ട് GATT എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് എന്നല്ല, താരിഫ് ആൻഡ് ട്രേഡ് എന്നുള്ളതാണ്. അത് കൊണ്ടുവന്ന വർഷം 1948. ഇതൊക്കെ ചോദ്യം ചോദിക്കാവുന്ന കേട്ടോ. ഇനി അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ പറഞ്ഞ WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ചോദിക്കാം. അതെന്താവാം, 2 ലക്ഷ്യങ്ങളാവാം, 3 ലക്ഷ്യങ്ങളാവാം, 4 ലക്ഷ്യങ്ങളാവാം. പരീക്ഷയ്ക്ക് മാക്സിമം 4 ലക്ഷ്യങ്ങൾ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് പഠിച്ചുക, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ എക്കോണമി തന്നെ 3rd ചാപ്റ്ററിൽ വരുന്നതാണ് ഈ പറയുന്ന കണ്ടന്റ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് അഥവാ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 1ാമത്തെ ചാപ്റ്റർ, സ്റ്റാറ്റിലെ 1ാമത്തെ ചാപ്റ്ററിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യനാണ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. അഥവാ എക്കണോമിക്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാമെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ചോദിക്കും. അതും ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ 1ാമത്തെ ചാപ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് വരാവുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈമറി ഡാറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, പ്രൈമറി ഡാറ്റ എന്നുള്ളത് പഠിച്ചിട്ടുള്ളത്. അത് കളക്ട് ചെയ്യാൻ പലതരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡ്സ് എന്ത് ചെയ്യും, നിങ്ങളോട് പരീക്ഷ ചോദിക്കും. കൂടിപ്പോയ 4 മാർക്ക്. അപ്പോൾ 4 മാർക്ക് അല്ലെങ്കിൽ അതിന് താഴെയായിട്ട് കുറച്ച് മെത്തേഡ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് മെത്തേഡ് എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാനും പറഞ്ഞേക്കാം. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ പഠിച്ചു വെക്കാം, മസ്റ്റായിട്ട് പഠിച്ചതാണ്. ഇനി അടുത്ത് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒജീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ 4th ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്,
പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡയഗ്രമാറ്റിക്കൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒജീവ്സ്. ഓക്കെ, അപ്പോൾ ഒജീവ്സിൻ്റെ ചോദ്യം വരാം. ഒജീവ്സ് ഒന്നെങ്കിൽ 5 മാർക്ക്, കൂടിപ്പോയ 8 മാർക്ക്. 5 അല്ലെങ്കിൽ 8, 4 മുതൽ 8 വരെയുള്ള മാർക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അഥവാ ഒജീവ്സ് നമ്മൾ 2 പഠിച്ചിട്ടുണ്ട്. ഒന്ന് ലെസ് ദാൻ ഒജീവും പഠിച്ചിട്ടുണ്ട്, മറ്റൊന്ന് മോർ ദാൻ ഒജീവും പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് ചോദിക്കും, ഈ പറഞ്ഞിരിക്കുന്ന മീഡിയൻ കണ്ടെത്താൻ കൂടി പറയും. ഓക്കെ, ഒജീവ് വെച്ചിട്ട് മീഡിയൻ കൂടി കണ്ടെത്താൻ വേണ്ടി പറയും. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 മാർക്കിന് ചോദിക്കാവുന്ന അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം, അഥവാ നമുക്കറിയാം അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാർഷിക വിപണന സംവിധാനം അല്ലേ, ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഗവൺമെൻറ് എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ. ഓക്കെ, ആ സ്റ്റെപ്പുകൾ നിങ്ങളോട് പരിചയിക്കും. എത്ര തരത്തിലുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്റ്റെപ്പുകൾ 5 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക മക്കളെ. അതായത് എക്സ്പ്ലെയിൻ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് പോവർട്ടി അലിവേഷൻ ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും നയങ്ങളും പദ്ധതികളും നിങ്ങളോട് എന്ത് ചെയ്യും, ചോദ്യം വരാം. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ 4ാമത്തെ ചാപ്റ്റർ NCERT സിലബസിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിൽ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള 4ാമത്തെ ചാപ്റ്ററിലെ പോവർട്ടി എന്നേക്ക് ഈ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വരുന്നൊരു ചോദ്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അത് ഈ വീഡിയോയിലല്ല പറയുന്നത്, വേറെ വീഡിയോയിലായിട്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവിലായിട്ടും പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ 5 മാർക്കിനുള്ള ചോദ്യമാണ് ന്യൂ ഇക്കണോമിക് പോളിസി 1991 ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിൻ്റെ പശ്ചാത്തലം നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. 5 മാർക്കിന് ഒരു പക്ഷേ ഇത് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, 8 മാർക്കിന് ചോദിക്കാം. 8 മാർക്കിനാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഇതിൽ ലിബറലൈസേഷൻ കൂടി കയറി വരും. അപ്പോൾ 5 മാർക്കിൻ്റെ ഈ ചോദ്യം 8 മാർക്കിനാണെങ്കിൽ അവിടെ ലിബറലൈസേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കും. ഉറപ്പിച്ച് വെച്ച മക്കളെ പഠിച്ചു പോയിക്കോ. കാരണം ഇന്ത്യൻ എക്കോണമിയിലെ 3rd ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പരീക്ഷ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് എന്തായാലും വന്നിരിക്കും. ഇനി അടുത്ത് നോക്കിക്കോളൂ. 5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യം ഇതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷനും സാമ്പിളുകളും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. അതുപോലെ സെൻസസും സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. മാക്സിമം 5 മാർക്കിൽ നിന്നാണ് പറയുന്നത്. അത് മാക്സിമം ആണ് പറഞ്ഞത് 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെയുള്ള ചോദ്യമായിട്ട് ചോദിക്കാം. പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറയുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നത് 10 ചോദ്യങ്ങളാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ 10 ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. എത്രയില് 10 ചോദ്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പരീക്ഷയ്ക്ക് മിക്കവാറും ഒരു 30ഓളം ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 30ഓളം ചോദ്യങ്ങളിൽ 10-12 ചോദ്യങ്ങളോളം ഒബ്ജക്റ്റീവ് ടൈപ്പ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു 20ഓളം ചോദ്യങ്ങളുടെ പകുതി ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ മക്കളെ ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ട്രസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുന്ന നിങ്ങൾക്കുള്ള ഒരു ക്രിസ്മസിൻ്റെ സമ്മാനം പോലെ തന്നെ മക്കളെ തരുന്നത്. അപ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളോട് വേറെ ഒരു കാര്യമല്ല പറയാനുള്ളത്. നിങ്ങളുടെ എക്സാമിന് ക്രിസ്മസ് പരീക്ഷയല്ലേ, ഇനി ഫൈനൽ എക്സാം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അന്നേരം പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ നിമിഷം തൊട്ട്, ഈ വീഡിയോ കാണുന്ന നിമിഷം തൊട്ട്, ഈ നിമിഷം തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ഇനി മോഡൽ എക്സാം വരും. അതിനവസാനമായിട്ട് ഫൈനൽ എക്സാം വരുന്ന സമയത്ത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം +2 എത്രത്തോളം ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ നിലവിലുള്ള സിസ്റ്റം വെച്ച് നിങ്ങൾ +1 നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഡബിൾ പാസ് അടിക്കണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഉറപ്പിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്. ഈ പറയുന്ന ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള എല്ലാ സപ്പോർട്ടോടും കൂടി എഡ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്താണ് കട്ടക്ക് കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിരുന്നു, അത് തൊട്ടതായ കമൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല ഇനി ബാക്കിയുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി തയ്യാറായവരുടെ കൂടെ നടക്കുക, അവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലൈവിലേക്ക് വരിക. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. Once again, it's me, Salsabin, signing out from EduBoard. Happy learning all. Bye.